ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഒരു ശീമച്ചക്ക വെച്ച് തോരൻ വയ്ക്കാൻ വേണം. ഒരു സവാള വേണം. ഒരു ശീമച്ചക്ക ചെറുതാണ്, അധികം വിളഞ്ഞതല്ല, ഒരു ഇടത്തരമാണ്. അത് പക്ഷേ ഞാനൊരു തോരനാണ് വയ്ക്കുക. നമുക്ക് ചെത്തി വൃത്തിയാക്കിയിട്ട് കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളിയെല്ലാം ഒരു സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇടിച്ചക്കയ്ക്ക് നമ്മൾ എടുക്കും പോലെയാണ് ഇത്. ഇതേപോലെ പൂഞ്ചെല്ലാം വൃത്തിയായി കഴിഞ്ഞ് ചെത്തി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കറിലോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് വയ്ക്കാം. ഗ്യാസ് കത്തിച്ച് കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് നമുക്കിത് പുഴുങ്ങി എടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഇത് 2 വിസിലായിട്ട് വിസിലായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇത് വേവുന്ന സമയത്ത് നമുക്കതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. 5-6 വെളുത്തുള്ളി കഷ്ണം ഇട്ട് കൊടുക്കാം. കുക്കർ ഇറക്കാം. നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാം. 4-5 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ചതച്ചെടുക്കാം. നമ്മളിതെല്ലാം കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. ചിലർ മിക്സിയിലിട്ട് അടിക്കുക, അപ്പം ഒരു കൂടെ അങ്ങ് അരഞ്ഞു പോവും. ഇത് ഇടിച്ചക്ക തോരൻ പോലെയാണ്. നമുക്കിങ്ങനെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് അതായത് പൊടിക്കത്തക്കതേ ഉള്ളൂ. നല്ല വെന്തതുകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഹലോ ഫ്രണ്ട്സ്, ചീനിച്ചട്ടി വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ കൊണ്ട്. ചീനിച്ചട്ടി കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതുപോലെ സവാള അരിഞ്ഞിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. 2 മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് ഗോൾഡൻ നിറമാവുന്ന നേരം ഒന്ന് വറട്ടി കൊടുക്കാം. സവാള എല്ലാം വറട്ടി നല്ല ഗോൾഡൻ നിറമായിട്ടുള്ളൂ. നമുക്കിനി പൊടിച്ച് വെച്ച ശീമച്ചക്ക ഇട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ നല്ല വൃത്തിയിൽ ഇളക്കി ഇത് യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി അരപ്പിട്ടൊന്ന് ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കാൻ പോവുക. ശീമച്ചക്ക ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്തി അരിഞ്ഞ് വേണമെങ്കിൽ ഇതുപോലെ വയ്ക്കാം. അടിപൊളിയാണ്, ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.